ഹലോ, വെൽക്കം ടു ലിൻസീസ് ലിങ്ക്. എല്ലാ കൂട്ടുകാർക്കും ലിൻസീസ് ലിങ്കിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പതിവിലും വ്യത്യസ്തമായിട്ട് ഒരു പൊരിച്ച ചിക്കൻ ബിരിയാണിയാണ്, അതായത് പൊരിച്ച കോഴിയും കൊണ്ട് ഉണ്ടാക്കുന്നൊരു ചിക്കൻ ബിരിയാണിയാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. ഈ ഒരു റെസിപ്പിയുടെ പ്രത്യേകത വളരെ ഈസിയും പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഞാൻ കുറച്ച് എണ്ണ ചൂടാക്കാൻ വെച്ചു. എണ്ണ ചൂടായി കഴിഞ്ഞപ്പോൾ നമുക്ക് വറുത്തെടുക്കേണ്ട കാര്യങ്ങൾ ആദ്യം തന്നെ വറുത്തെടുത്ത് മാറ്റി വെക്കുകയാണ്. അത് കശുവണ്ടി ആദ്യം ഞാൻ വറുത്തെടുത്തു. കശുവണ്ടിയുടെ കൂടെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഉണക്കമുന്തിരിയും കൂടി വറുത്ത് മാറ്റി വെക്കുക. അതിന് ശേഷം നമ്മുടെ കുറച്ച് സവാള എടുത്ത് നമുക്ക് ഈ ബിരിയാണിയുടെ മുകളിലൊക്കെ ഇടാൻ വേണ്ടിയിട്ട് കുറച്ച് നമ്മുടെ സവാളയും കൂടെ ഞാൻ വറുത്ത് മാറ്റി വെച്ചു. ഇത് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ളതെല്ലാം വളരെ ഈസിയാണ്, പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ചിക്കൻ എടുക്കുക. ചിക്കൻ എന്തുമാത്രം ചിക്കനാണോ നിങ്ങൾ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് അത് കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചതിന് ശേഷം അതിലേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ വരഞ്ഞു കൊടുക്കാം. അത് ഓരോരുത്തരുടെയും പേഴ്സണൽ ചോയ്സാണ്. വരഞ്ഞു കൊടുക്കുക. ഇല്ല എങ്കിൽ നമുക്കതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. വളരെ സിമ്പിൾ മാരിനേഷനാണ്. ഇതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒന്നും ചേർക്കുന്നില്ല. ജിഞ്ചർ ഗാർലിക് പേസ്റ്റൊക്കെ നല്ലപോലെ ഇഷ്ടമുള്ളവർക്ക് ഈ ഒരു സ്റ്റേജിൽ ഇട്ട് കൊടുക്കാവുന്നതാണ്. ഒരു ടീസ്പൂണോളം ഞാൻ കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുത്തു. അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാൻ ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്ന നമ്മുടെ കുറച്ച് ഗരം മസാലയാണ്. അതായത് നമ്മൾ വീട്ടിൽ പൊടിച്ചെടുക്കുന്ന നല്ല ഫ്രഷ് ഗരം മസാല. ഇതിന് നല്ല മണമായിരിക്കും. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്നതിന് അത്ര മണമുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷേങ്കിൽ വീട്ടിൽ നമ്മൾ മസാലക്കൂട്ടെല്ലാം ചേർത്ത് പൊടിച്ചെടുക്കുന്നതിന് ഒരു പ്രത്യേക മണവും അതുപോലെ തന്നെ രുചിയും കൂടെയാണ്. ഇത്രയും കാര്യങ്ങൾ മാത്രം നല്ലതുപോലെ തേച്ച് പിടിപ്പിച്ച് ഒരു 10 മിനിറ്റ് നമ്മൾ മാറ്റി വെക്കുക. അതിന് ശേഷമാണ് നമ്മളിത് ഫ്രൈ ചെയ്ത് എടുക്കാൻ പോകുന്നത്. അപ്പോൾ ഫ്രൈ ചെയ്തെടുക്കുന്ന എണ്ണ നമ്മൾ നേരത്തെ നമ്മൾ വറുത്തെടുത്ത കാഷ്യൂനട്ടും അതുപോലെ തന്നെ നമ്മുടെ ഉള്ളിയും ഒക്കെ വറുത്തെടുത്ത ഈ എണ്ണയിൽ തന്നെ നമുക്ക് ചിക്കനും ഇട്ട് പൊരിച്ചെടുക്കാം. നല്ലപോലെ എണ്ണ ചൂടായി കഴിയുമ്പോൾ വേണം നമ്മൾ ചിക്കൻ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. എണ്ണ ചൂടായി കഴിയുമ്പോൾ നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ നല്ലപോലെ കണ്ടോ, നല്ല പെട്ടെന്ന് നമുക്ക് മൊരിഞ്ഞ് ചിക്കൻ കിട്ടും. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. ഇത് എണ്ണ നല്ല ചൂടായി കിടക്കുകയായിരുന്നു. ഇതിലേക്ക് ഞാൻ ചിക്കൻ പീസസ് ഓരോന്നായിട്ട് ഇട്ട് കൊടുത്തു. ഇനി ഇത് നല്ല രീതിയിൽ മൊരിച്ചെടുക്കാം. ഉപ്പും എല്ലാം പാകത്തിന് ചേർത്ത് വേണം നമ്മൾ മസാല തേച്ച് പിടിപ്പിച്ച് വെക്കാൻ വേണ്ടിയിട്ട്. ഇനി നമ്മുടെ ചിക്കൻ ഇങ്ങോട്ട് വറുത്തെടുക്കാൻ പോവുകയാണ്. ഇപ്പോൾ ചിക്കൻ നല്ലതുപോലെ മൊരിഞ്ഞിട്ടുണ്ട്. ഇത് നമുക്ക് ചിക്കൻ കോരി എടുക്കാറായി. ഇപ്പം ഞാൻ കോരി എടുക്കുകയാണ്. ഇത് കണ്ടോ, ഇത് കാലയിൽ ലെഗയിലൊക്കെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അതിൻ്റെ മാംസം ചെറുതായിട്ട് വിട്ടുപോരുന്ന ഒരു പരുവം. ഈ ഒരു പരുവത്തിൽ വേണം നമ്മൾ ചിക്കൻ എടുക്കാനായിട്ട്. അത് മാത്രമല്ല അതിൻ്റെ പുറം ഔട്ട്സൈഡ് നിങ്ങൾക്ക് കണ്ടോ നല്ലപോലെ മൊരിഞ്ഞ് നല്ല ക്രിസ്പി ആയിട്ടിരിക്കണം. ഈ ഒരു പരുവത്തിൽ വേണം എടുക്കാനായിട്ട്. ഇതിൻ്റെ ഉള്ളിൽ നല്ല ജ്യൂസി ആയിരിക്കും, പുറമേ നല്ല ക്രിസ്പി ആയിട്ടിരിക്കും. പിന്നെ നമുക്കിനി കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള റൈസ്, ബസ്മതി റൈസ് നല്ലപോലെ വാഷ് ചെയ്ത് ഞാൻ തോർത്തിയെടുത്ത് വെച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് വെള്ളം തിളപ്പിക്കാൻ വെക്കണം. നമ്മുടെ അരിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കറുവപ്പട്ട, തക്കോലം, അതുപോലെ ഷൈജീര, പിന്നെ നമ്മുടെ ഏലക്ക, ഗ്രാമ്പു, ഇതെല്ലാം. ഏലക്ക നല്ല പച്ച ഏലക്കയാണ് ഞാനിവിടെ എടുത്തേക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഉള്ളതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. പിന്നെ അങ്ങനെ ഗരം മസാലകളെല്ലാം കൂടെ ഇതിലേക്ക് റോ ആയിട്ട് ഇട്ട് കൊടുക്കുക. വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു ചെറിയൊരു മസ്ലിൻ ക്ലോത്തിൽ ഇതെല്ലാം കൂടെ ചേർത്ത് കെട്ടി വെച്ചതിന് ശേഷം അത് ഇതിലേക്ക് ഇട്ട് കൊടുത്താലും മതി. അല്ല എങ്കിൽ ഇങ്ങനെ ഹോളായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ്. നമ്മൾ വെള്ളത്തിലേക്ക് ഇങ്ങനെ മസാലക്കൂട്ടുകൾ ഇട്ട് കൊടുക്കുമ്പോഴുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ നല്ലപോലെ വെള്ളത്തിലേക്ക് ഇതിൻ്റെ ഫ്ലേവേഴ്സ് എല്ലാം നല്ലപോലെ ഇൻഫ്യൂസായിട്ട് ആ ചോറിലേക്ക് ഇത് നല്ലതുപോലെ ഈ മസാലയുടെ മണം അങ്ങ് പിടിക്കും. പിന്നെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തേക്കുന്നത് ഇലയുടെ വയനയില ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഹോൾ സ്പൈസ് ലീഫാണ് ഇട്ട് കൊടുത്തത്. അതുകൊണ്ട് തന്നെ നല്ല ഒരു മണം അതിൻ്റെ ഇവിടെ എല്ലാം വരുന്നുണ്ട്. അന്നേരം റൈസ് ഞാൻ കുക്ക് ചെയ്തെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനിയും ചെയ്യാൻ പോകുന്നത് കുറച്ച് എണ്ണ ഒഴിച്ചതിന് ശേഷം നമ്മുടെ സവാള ഒരു ഇതിൻ്റെ ബിരിയാണി മസാലയൊന്ന് തയ്യാറാക്കുകയാണ്. ഉള്ളി ഒന്ന് നല്ലപോലെ ഇട്ട് വഴറ്റിയതിന് ശേഷം നമ്മുടെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ നല്ലതുപോലെ ഒന്ന് ചതച്ച് എടുത്തിട്ടുണ്ട്. അതും കൂടി ഇതിലേക്കിട്ട് നല്ലതുപോലെ ഒന്ന് മൊരിച്ചെടുക്കുക. സവാള ഒരുപാട് അങ്ങ് ഫ്രൈ ആയി പോകേണ്ട ആവശ്യമില്ല, പക്ഷെങ്കിൽ നല്ലപോലെ ഒന്ന് മൊരിഞ്ഞു വരണം. അതാണ് അതിൻ്റെ ഒരു പരുവം. എന്നാൽ മാത്രമേ നമുക്കതിൻ്റെ നമ്മൾ ഉദ്ദേശിക്കുന്ന ബിരിയാണിയുടെ ഒരു ഫ്ലേവറും അതുപോലെ തന്നെ ആ ഒരു രുചിയൊക്കെ കിട്ടത്തുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് സവാള നല്ലതുപോലെ, ഇത് കണ്ടോ ഇപ്പോൾ ഈ ഒരു പരുവത്തിൽ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാകും അതിൻ്റെ നിറം മാറി ഒന്ന്
ഗോൾഡൻ ബ്രൗണിലേക്ക് ആയി തുടങ്ങിയിട്ടുണ്ട്. ഈ പരുവമാകുമ്പോൾ നമുക്ക് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു ചെറിയ ടീസ്പൂൺ മല്ലിപ്പൊടി, അതുപോലെ തന്നെ നമ്മുടെ ഗരം മസാല 1 ടീസ്പൂൺ ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കാം. ഗരം മസാല എന്ന് പറഞ്ഞാൽ നമ്മൾ വീട്ടിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ ഗരം മസാല, വീട്ടിൽ പൊടിക്കുന്ന ഗരം മസാല ചേർത്ത് കൊടുക്കുക. കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ബിരിയാണി മസാല നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക, ഇല്ല എങ്കിൽ ചേർത്ത് കൊടുക്കേണ്ട കാര്യമില്ല. ഇത്രയും മല്ലിപ്പൊടി ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം. ബിരിയാണി മസാല ഇല്ല എങ്കിൽ നമ്മുടെ വീട്ടിൽ പൊടിച്ച നമ്മുടെ മസാലക്കൂട്ട് എല്ലാം കൂടെ ചേർത്ത് കൊടുത്താലും മതി. ഇത്രയും കാര്യങ്ങൾ നല്ലതുപോലെ ഒന്ന് വഴറ്റിയത് കേട്ടോ. നല്ലപോലെ ഒന്ന് മസാലയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി നല്ലൊരു അരോമ ഇവിടെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ പീസസ് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ചിക്കൻ പീസസിലേക്ക് നമ്മുടെ ഈ ബിരിയാണിയുടെ ആ മസാലയുടെയൊക്കെ ആ ഫ്ലേവർ ഒന്ന് വരണം. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മസാലയുടെ കൂടെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന പൊരിച്ച കോഴിയെ കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ബിരിയാണിക്കകത്ത് ഞാൻ തക്കാളി ചേർത്തിട്ടേ ഇല്ല. തക്കാളിക്ക് പകരം നിങ്ങൾക്ക് തൈര് ചേർത്ത് കൊടുക്കാം. തക്കാളി ഇഷ്ടമുള്ളവർക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ഞാൻ തക്കാളി അത്ര ഇഷ്ടമല്ലാത്തതുകൊണ്ടും തക്കാളി ചേർക്കുന്നില്ല. അതിന് പകരം ഞാനിവിടെ തൈരാണ് ചേർക്കുന്നത്. ഇത്രയും നല്ലതുപോലെ വഴഞ്ഞ് കണ്ടോ, ആ ഒരു ചിക്കനിലേക്ക് അതിൻ്റെ മസാലയെല്ലാം നല്ലതുപോലെ പിടിച്ചിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് തൈര് കൂട്ടി ചേർത്ത് കൊടുക്കുകയാണ്. തൈര് പുളിക്ക് വേണ്ടി, ഒരു പുളി ടേസ്റ്റ് വരാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ തൈര് ചേർക്കുന്നത്. അതുപോലെ തന്നെ തൈര് ഇല്ല എങ്കിൽ നിങ്ങൾക്കൊരു ഓപ്ഷൻ കൂടിയുണ്ട്, നാരങ്ങാനീര് 1-2 ടേബിൾ സ്പൂൺ നാരങ്ങാനീര് ചേർത്ത് കൊടുക്കാം. ഇത് ഓരോന്നിൻ്റെ അളവ്, മസാലയുടെ അളവ്, അതുപോലെ തന്നെ നാരങ്ങാനീരിൻ്റെ അളവൊക്കെ നമ്മൾ എന്തുമാത്രം ചിക്കൻ എടുക്കുന്നോ അതുപോലെ എന്തുമാത്രം റൈസ് എടുക്കുന്നോ അതിനനുസരിച്ച് നമ്മൾ വ്യത്യാസപ്പെടുത്തേണ്ടതുണ്ട്. അന്നേരം ഇതിൻ്റെ ഫ്ലേവർ നമ്മൾ ഉണ്ടാക്കുമ്പോൾ കറക്റ്റായിട്ട് കിട്ടും. ഇപ്പോൾ എൻ്റെ ചിക്കൻ ഇവിടെ കുക്കായിട്ടുണ്ട്. ഞാൻ കുറച്ച് ചിക്കൻ പീസസ് എടുത്ത് മാറ്റി വെക്കുകയാണ്. അതായത് ഇനി നമ്മൾ റൈസ് കുക്ക് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ് കുറച്ച് ചിക്കൻ പീസസ് ഞാൻ എടുത്ത് മാറ്റി വെക്കുന്നത്. അതിനുശേഷം ആ ചിക്കൻ്റെ മുകളിലേക്ക് നമ്മൾ ഇനിയും കുറച്ച് റൈസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. റൈസിന് മുകളിലേക്ക് നമ്മുടെ മല്ലിയിലയും അതുപോലെ തന്നെ കുറച്ച് പുതിനയില കൂടി ഇട്ട് കൊടുക്കുക. ഇതേപോലെ ഈ മല്ലിയിലയും പുതിനയിലയും നമുക്ക് എത്ര വേണമെങ്കിലും നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കും. കാരണം അത് ഒരു നല്ലൊരു ഫ്ലേവർ നമ്മുടെ ബിരിയാണിക്ക് കൊടുക്കും. ഇനി അതിലേക്ക് കുറച്ച് നമ്മുടെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ സവാള കൂടെ ഇട്ട് കൊടുക്കുക. സവാളയ്ക്കും നല്ലൊരു ഫ്ലേവറാണ്. പിന്നെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന കാഷ്യൂനട്ടും അതേപോലെ തന്നെ ഉണക്കമുന്തിരിയും കൂടെ ലെയർ ചെയ്യുക. ലെയറിങ് ചെയ്യുമ്പോൾ നമുക്ക് ഈ റൈസിന് അതുപോലെ തന്നെ കാഷ്യൂനട്ടൊക്കെ എന്തുമാത്രം നമ്മൾ ഇഷ്ടപ്പെടുന്നു അതിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. ഇതിനൊന്നും ക്വാണ്ടിറ്റി ഇത്ര ഇടണമെന്നൊന്നുമില്ല. ഇനി അതിന് മുകളിലേക്ക് ഞാൻ കുറച്ച് ചിക്കൻ്റെ മസാല എടുത്ത് മാറ്റി വെച്ചല്ലോ, അതുകൂടി ഇതിന് മുകളിലേക്കിട്ട് ഒരു ലെയർ കൂടെ കൊടുക്കുകയാണ്. ഇനി ഇതിന് മുകളിലേക്ക് നമുക്ക് ഒരു റൈസ് ഇട്ട് കൊടുക്കാം. നല്ല ഒരു ലെയർ വരത്തക്ക രീതിയിൽ വേണം റൈസ്. ഇപ്പോൾ ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോഴുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് എടുക്കാൻ ഒത്തിരി നല്ലതാണ്. ചിക്കൻ പീസസും റൈസും നമുക്ക് ഒരേപോലെ പ്ലേറ്റിലേക്ക് നമുക്ക് സെർവ് ചെയ്യുമ്പോൾ എടുത്തു കൊടുക്കാൻ പറ്റും. ഞാൻ ഇതിന് മുകളിലേക്ക് റൈസ് ഒരു ലെയർ ഇട്ടു. അതുപോലെ തന്നെ ബിരിയാണി എസൻസ് എന്ന് പറഞ്ഞിട്ട് നമുക്കിത് വാങ്ങാൻ കിട്ടും. ബിരിയാണി എസൻസ് 1 ടീസ്പൂൺ ഒന്ന് ചെറുതായിട്ട് ഒന്ന് തളിച്ചു കൊടുക്കുക. അതേപോലെ തന്നെ ഞാനിതിൽ മഞ്ഞൾപ്പൊടി ചെറിയ 1 ടീസ്പൂൺ എടുത്ത് കുറച്ച് വെള്ളത്തിൽ കലക്കി ഒന്ന് താളിച്ച് കൊടുത്തിട്ടുണ്ട്. അതായത് അങ്ങനെ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് കൊണ്ട് റൈസിനൊരു കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ എടുക്കുമ്പോൾ റൈസ് വൈറ്റും യെല്ലോയും ഇങ്ങനെ ഒരു കളർ ഡിഫറൻസ് കാണാൻ സാധിക്കും. അത് ഇഷ്ടമുള്ളവർക്ക് ഇട്ട് കൊടുക്കാം. ഇല്ലെങ്കിൽ വെള്ളത്തിലേക്ക് കുറച്ച് സാഫ്രോൺ മുക്കി വെച്ചതിന് പാലിൻ്റെ അകത്ത്, ഇളം ചൂടുള്ള പാലിൻ്റെ അകത്തേക്ക് കുറച്ച് സാഫ്രോൺ മുക്കി വെച്ചതിന് ശേഷം അതിന് നല്ലൊരു കളർ കിട്ടും. അത് ഒഴിക്കുവാണെങ്കിൽ നല്ല ഒരു ഫ്ലേവർ കിട്ടും. ഇപ്പം ഞാനിത് ഫുള്ളി നല്ലപോലെ ലെയർ ചെയ്തിട്ടുണ്ട്. ഇനി ഞാനൊരു നല്ലൊരു അയണിൻ്റെ ഒരു പാത്രം വെച്ചിട്ട് അതിന് മുകളിലേക്കാണ് നമ്മുടെ ബിരിയാണി പാത്രം വെച്ചു അടച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ഞാൻ ദം ചെയ്തു. നല്ലപോലെ
ഇതിൻ്റെ അകത്ത് ഫ്ലേവറൊക്കെ നിൽക്കത്തക്ക രീതിയിൽ അടച്ചു വെച്ചു. ഒരു 10 മിനിറ്റ്സ് കഴിഞ്ഞപ്പോൾ ഞാനിത് ഓപ്പൺ ചെയ്തു. ഇപ്പോൾ നിങ്ങൾ കണ്ടാൽ മനസ്സിലാകും, ഒരു റൈസും തമ്മിലൊന്നും ഒട്ടിപ്പിടിച്ചിട്ടില്ല. റൈസായിട്ട് തന്നെ കിടപ്പുണ്ട്. പക്ഷേങ്കിൽ എല്ലാ ഫ്ലേവേഴ്സും ഈ റൈസിൻ്റെ അകത്തേക്ക് കിട്ടിയിട്ടുണ്ട്. നല്ല അടിപൊളി ഒരു പൊരിച്ച ചിക്കൻ ബിരിയാണിയാണ് നമ്മളിപ്പോൾ ഇവിടെ റെഡിയാക്കി എടുത്തിരിക്കുന്നത്. എല്ലാവർക്കും ഈ സിമ്പിൾ ആൻഡ് നല്ല പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.